തിരുവനന്തപുരത്ത് തുമ്പയിൽ ബോംബേറ്, ഒരാൾക്ക് ഗുരുതര പരിക്കെന്ന് വിവരങ്ങളുമായി വി.എസ്. അനുരാഗ് ചേരുന്നു. അനുരാഗ്, പരിക്കേറ്റ ആളെക്കുറിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? ഈ ഒരു ബോംബേറിന്റെ കാരണം എന്താണ്? തിരുവനന്തപുരം തുമ്പ നെഹ്റു ജംഗ്ഷന് സമീപത്തൊരു ഉൾപ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെയാണ് ഈ സംഭവം രാവിലെ 11:45 ഉണ്ടായത്. 2 പേർ ഇവിടെ ഉണ്ടായിരുന്നു. അഖിൽ, അതിനൊപ്പം തന്നെ മറ്റൊരു ആൾ കൂടി ഇവിടെ ഉണ്ട്. വിവേക് അപ്പൂസ് എന്ന ആളാണ് ഇവിടെ ഉണ്ടായത്. 2 പേരും തിരുവനന്തപുരം തുമ്പ പോലീസ് സ്റ്റേഷനിൽ തന്നെ കേസുള്ള ആൾക്കാരാണ്, ക്രിമിനൽ കേസുള്ള ആളുകളാണ്. മറ്റ് 2 ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ വച്ചാണ് ഈ സംഭവം ഉണ്ടായത്. സ്ഫോടക വസ്തുവാണ് എറിഞ്ഞത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പോലീസ് പറയുന്നത് ബോംബല്ല, പക്ഷേ വീര്യം കൂടിയ ഒരു സ്ഫോടക വസ്തു തന്നെയാണ് എന്ന് പറയുന്നു. ഇവർക്ക് 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രതികൾക്കായി അന്വേഷണം തുമ്പ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ പോലീസ് സംഘം തിരിഞ്ഞ് തന്നെ ഈ അന്വേഷണം നടക്കുകയാണ്, പ്രതികൾക്കായി അന്വേഷണം നടത്തുകയാണ്. അഖിൽ കാപ്പ കേസ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് അടുത്ത ഒരു ദിവസമാണ്, കഴിഞ്ഞ ഒരു ദിവസമാണ് എന്നുള്ളതും കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ക്രിമിനൽ കേസ് പ്രതികൾ തമ്മിലുള്ള കുടിപ്പകയാകാം ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ മൊഴികളിലായിരിക്കും ആരാണ് പ്രതികളെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുക. എന്തായാലും സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിത അന്വേഷണം തന്നെ ഇപ്പോൾ പോലീസ് നടത്തി വരികയാണ്. 2 ബൈക്കുകളിലായി എത്തിയ 4 അംഗ സംഘമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രദേശങ്ങളൊക്കെ തന്നെയും അതീവ സുരക്ഷയുള്ള പ്രദേശം തന്നെയാണ്. VSSC ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെയും ഉള്ള പ്രദേശം. എന്തായാലും പ്രതികളെ അല്പസമയത്തിനകം തന്നെ പിടികൂടാനാകുമെന്ന കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എല്ലായിടങ്ങളിലെയും കടകളിലെയും മറ്റിടങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ സംഘം തിരിഞ്ഞ് തന്നെ തുമ്പ പോലീസ് പരിശോധിക്കുകയാണ്. ഈ പ്രദേശത്ത് 11:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേരുടെയും നില ഗുരുതരം തന്നെയാണ്. എന്തായാലും ഇവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മൊഴിയിലായിരിക്കും ആരാണ് പ്രതികൾ, ഇവർ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായമാവുകയും ചെയ്യും. അനുരാഗ്, ഈ സംഭവത്തെ കുറിച്ച് പ്രദേശവാസികൾ എന്താണ് പറയുന്നത്? അവിടെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നതായി കാണാം. അവരോടും കൂടി ഒന്ന് ചോദിക്കാവുന്നതാണ്, അവരുടെ പ്രതികരണം കൂടി തേടാം. സംഭവം നടന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ആളുകൾ പോയിട്ടുണ്ട്, ആരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സംഭവം. എന്തായാലും പോലീസ് കൃത്യമായി തന്നെ ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഇവിടെ എത്തി പോലീസ് തന്നെയാണ് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുമുണ്ട്. മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഈ പ്രതികളെ കണ്ടെത്താനായുള്ള തെരച്ചിലിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമാവുക. അതിനൊപ്പം തന്നെ സമാന്തരമായി ഈ പ്രതികളുടെ ഇപ്പോൾ പരിക്കേറ്റവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ മൊഴിയിൽ കൃത്യമായി തന്നെ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതീവ സുരക്ഷയുള്ള ഒരു പ്രദേശം, തുമ്പ പോലുള്ള ഒരു പ്രദേശത്ത് ഇത്രയും വലിയ ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ട് 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യം അതീവ ഗുരുതരം തന്നെയാണ്. എന്തായാലും 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ഈ 2 പേർ, അഖിലും മറ്റാളും ഇവിടെ നിൽക്കുകയായിരുന്നു. അവർ ഇവിടെ സംസാരിച്ചു. എന്തായാലും ഗൗരവകരമായ സംഭവമാണ്. തിരുവനന്തപുരത്ത് തുമ്പയിലാണ് ബോംബേർ ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു എന്നും വിവരം.